പശ്ചിമേഷ്യയിൽ തോക്കുകൾ നിശബ്ദമാകാൻ പോകുകയാണോ, അതോ ഇതൊരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ്സ് നിർണായകമായ ചില മാറ്റങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിന്റെ ഭാവി തീരുമാനിക്കുന്ന ഈ ന്യൂസ് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. വെൽക്കം ടു ദി നൈൽ ഡീകോഡ്സ്. അമേരിക്കൻ പൊളിറ്റിക്സിലെയും നയതന്ത്രത്തിലെയും അപ്രതീക്ഷിത നീക്കങ്ങൾക്ക് പേരുകേട്ട വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ വളരെ നന്നായി മുന്നോട്ടു പോകുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും ധാരണയായെന്നും ഒരു വലിയ കരാറിലേക്ക് ഇരുപക്ഷവും നീങ്ങുകയാണെന്നും ട്രംപ് പറയുന്നു. പക്ഷേ ഇതൊരു ഒഫീഷ്യൽ സമാധാന കരാറല്ല, വെറും ചർച്ചകൾ മാത്രമാണ്. പലപ്പോഴും നയതന്ത്ര ലോകത്ത് വാക്കുകൾ കൊണ്ട് പുകമറ സൃഷ്ടിക്കാറുണ്ട്. ഇറാൻ ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ നീക്കത്തിന്റെ വിജയം. നിലവിൽ സമാധാനം ഒരു സ്വപ്നമായി നിൽക്കുമ്പോഴും ഇത്തരം ചർച്ചകൾ ചെറിയൊരു ഹോപ്പ് നൽകുന്നുണ്ട്. ഈ നീക്കത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് 5 ദിവസത്തേക്ക് സൈനിക നടപടികൾ നിർത്തിവെക്കാൻ ട്രംപ് എടുത്ത ഡിസിഷനാണ്. ഈ 5 ദിവസത്തിനുള്ളിൽ ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പോസ് ബട്ടൺ റിലീസ് ചെയ്യപ്പെടും. അന്ന് തുടങ്ങുന്ന പോരാട്ടം ഇതിനേക്കാൾ ഭീകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 5 ദിവസങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ നിർണായകമാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഇത്ര വേഗത്തിൽ ഇടപെടുന്നത്? ഉത്തരം ലളിതമാണ്: സാമ്പത്തിക താൽപര്യം. ആഗോള എണ്ണ വിതരണത്തിന്റെ ലൈഫ് ലൈനായ ഹോർമുസ് കടലിടുക്കിനുമേൽ ഒരു ഭീഷണി ഉണ്ടാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഇറാൻ ഈ റൂട്ട് തടയാൻ ശ്രമിച്ചാൽ അത് ഗ്ലോബൽ എക്കണോമിയെ തകർക്കും. ട്രംപിന്റെ വാണിംഗ് വളരെ ക്ലിയർ ആണ്: കോപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വലിയ കോൺസിക്വൻസസ് നേരിടുക. പ്രത്യേകിച്ച് ഇറാന്റെ എനർജി സെന്റേഴ്സ് ലക്ഷ്യം വെച്ചുള്ള അറ്റാക്സ് ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇതിനോടകം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത് സമാധാനത്തിനായുള്ള ചർച്ചയല്ല, മറിച്ച് പ്രഷർ നൽകിയുള്ള ഒരു വിലപേശലാണ്. ഇതിലെ പ്രധാന കഥാപാത്രമായ ഇസ്രായേൽ എവിടെ? ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ട്രംപിന്റെ റിക്വസ്റ്റ് പ്രകാരം എണ്ണവാതക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ ഇപ്പോൾ വിട്ടുനിൽക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതിനർത്ഥം ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചു എന്നല്ല, തന്ത്രപരമായ ഒരു പിന്മാറ്റം മാത്രമാണിത്. മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ഇസ്രായേൽ ഇപ്പോഴും സജ്ജമാണ്. അമേരിക്കയുടെ പ്ലാൻ പരാജയപ്പെട്ടാൽ ഇസ്രായേലിന്റെ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കുമെന്നത് പ്രവചനാതീതമാണ്. ഇറാൻ ഇസ്രായേൽ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും ഗാസയിലെ ജനതയെ ലോകം മറന്നുപോകുന്നു. അവിടെ പ്രാദേശികമായ ചില കരാറുകൾ നടക്കുന്നുണ്ടെങ്കിലും ജനജീവിതം ഇപ്പോഴും ദുസ്സഹമാണ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ ഒരു ചെയിൻ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരിടത്ത് സമാധാനം വന്നാൽ മറ്റൊരിടത്ത് അത് റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്നില്ലെന്നാണ് ഇറാൻ ഇപ്പോഴും ഒഫീഷ്യലി പറയുന്നത്. ട്രംപ് ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ അത് നിഷേധിക്കുന്നു. ഈ കോൺട്രഡിക്ഷൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ആശയക്കുഴപ്പത്തിലാണ്. സത്യം ഇതിനിടയിൽ എവിടെയോ ആണ്. ഒരുപക്ഷെ രഹസ്യ ചർച്ചകൾ നടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇതൊരു മാനസിക യുദ്ധത്തിന്റെ ഭാഗമാകാം. സമാധാനത്തിനായുള്ള നേരിയ സൂചന ലഭിച്ചപ്പോൾ തന്നെ ഇന്ന് ലോകവിപണി പോസിറ്റീവായി പ്രതികരിച്ചു. എണ്ണവില കുറഞ്ഞു, ഓഹരി വിപണികൾ ഉണർന്നു. യുദ്ധം ആർക്കും ലാഭകരമല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഈ വിപണിയിലെ ഉണർവ് താൽക്കാലികമാണോ അതോ സ്ഥിരമാണോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ട്രംപിന്റെ ഈ നീക്കം ചരിത്രപരമായ ഒരു മാറ്റമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായി നൈൽ ഡീകോഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.